പരിശുദ്ധ ദൈവമാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് സിജ. ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നത് 2022 അന്ന് ഉടമ്പടി എടുക്കാതെ ഞാൻ തിരിച്ചുപോയി. ഉടമ്പടിയെക്കുറിച്ച് അറിയില്ലായിരുന്നു. പിന്നെ ഞാനും എൻ്റെ ഭർത്താവും 6 വർഷമായിട്ട് ഇറ്റലിയിലാണ് ജോലി ചെയ്യുന്നത്. 2023 തൊട്ട് ഞങ്ങളെ മകളെ കൊണ്ടുപോകാൻ വേണ്ടി നോക്കുമായിരുന്നു ഇറ്റലിയിലേക്ക്. പക്ഷെ പേപ്പർ വർക്കുകളെല്ലാം തടസ്സമായിരുന്നു. പിന്നെ 2023 തന്നെ ഇവക്ക് ഛർദി തുടങ്ങി, ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാൻ തുടങ്ങി. ഇവിടുത്തെ വയനാട്ടിലുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും ഞങ്ങൾ കാണിച്ചു, ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഞങ്ങൾ കോഴിക്കോട് മിംസിൽ അഡ്മിറ്റ് ചെയ്തു. അവിടെ നിന്ന് ഛർദിക്ക് ഒരു മാറ്റം വന്നു, പക്ഷെ എല്ലാ മരുന്നുകളും അവൾക്ക് അലർജി ആവാൻ തുടങ്ങി. ആൻറ്റിബയോട്ടിക്സ് ഒന്നും എടുക്കാൻ പറ്റില്ല, പാരാസെറ്റമോൾ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. ബാക്കി ഏത് മരുന്ന് കഴിച്ചാലും ശരീരം മുഴുവൻ ചൊറിഞ്ഞ് തടിച്ച് ഭയങ്കരമായിട്ട് ശരീരം വീർക്കുമായിരുന്നു വന്നിട്ട്. അങ്ങനെ 2024 ജനുവരിയിൽ ഞാൻ ഇറ്റലിയിൽ നിന്നുകൊണ്ട് ഓൺലൈനായി ഉടമ്പടി എടുത്തു. പിന്നെ ഇവർക്ക് അസുഖം കൂടിയപ്പോൾ ഞങ്ങൾക്ക് ഫെബ്രുവരിയിൽ ഇങ്ങോട്ട് വരേണ്ടി വന്നു. അപ്പോൾ ഇവിടെ വന്ന് 2023 ഞാനും എൻ്റെ ഹസ്ബൻഡും വന്നു ജോയിൻറ്റ് തീർത്ഥാടന ഉടമ്പടിയായിട്ട് എടുത്ത് അന്ന് പ്രാർത്ഥിച്ച്. അപ്പോൾ ഇവിടെ കൊണ്ടുപോകാൻ കണക്കാക്കിയാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴേക്കും അവിടെ പേപ്പർ വർക്കുകളെല്ലാം ബ്ലോക്കായിപ്പോയി. അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന അവർ ഞങ്ങൾക്ക് ഡോക്യുമെൻ്റ് തരണം. അപ്പോൾ ഞാനിവിടെ വന്നപ്പം ബ്ലോക്കായിപ്പോൾ അവർ പറഞ്ഞു ഇനി ഡോക്യുമെൻ്റ് മുന്നോട്ടേക്ക് ഞങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഏപ്രിൽ ലാസ്റ്റിന് ഞാനും എൻ്റെ ഹസ്ബൻഡും തിരിച്ചു പോയി. ഇവിടെ നിന്ന് ഞാൻ ഇറ്റാലിയൻ പത്രവും മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അവിടെ ചെന്ന് വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ഞാൻ ജോലി ചെയ്യുന്നവിടുത്തെ എല്ലാവർക്കും ഞാൻ കൊടുത്തു. 2-3 ദിവസം കഴിഞ്ഞ് അവർ ജോലി ചെയ്യുന്ന അവർ തന്നെ പറഞ്ഞു ഓക്കെ ഞങ്ങൾ നോക്കട്ടെ എങ്ങനെ ചെയ്യാൻ പറ്റും പേപ്പർ വർക്കുകളെന്ന് പറഞ്ഞു. ഒരു 15 ദിവസം കൊണ്ട് എല്ലാ പേപ്പർ വർക്കുകളും അവരെനിക്ക് ചെയ്തു തന്നു. പക്ഷെ കിട്ടാൻ താമസം എടുത്തു. ഒക്ടോബർ ആദ്യമാണ് എനിക്ക് ഇവളെ വിസ അവിടെ നിന്ന് അടിച്ചു കിട്ടിയത്. ഞാൻ ഒക്ടോബർ ലാസ്റ്റ് നാട്ടിൽ വന്ന് നവംബർ 2-ാം തീയതി ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി. അപ്പോൾ തന്നെ ഞാൻ അച്ഛനെ കണ്ടു ഇവക്ക് വേണ്ടിയിട്ട്. കാരണം അലർജി കാരണം പറഞ്ഞ അച്ഛനെ ഞാൻ കണ്ടു, പ്രാർത്ഥിച്ച് ഉടമ്പടി പുതുക്കി ഞങ്ങൾ ഇവിടുന്ന് പോയി. അന്ന് ഇവിടുന്ന് വീട്ടിൽ ചെന്ന് പിന്നെ ഇവക്ക് പനിയും ഭയങ്കരമായിട്ട് കഫക്കെട്ടും തുടങ്ങി. അവിടെ ചെന്ന് ഡോക്ടറെ കാണാൻ വേണ്ടി ഞങ്ങൾ 2ാമതും ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോയപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു ഇനി ഡോക്ടറെ അടുത്ത് ഇവക്ക് അലർജി ഉണ്ടെന്ന് പറയാൻ നിൽക്കണ്ട, ഒരു മരുന്നിനും ഒന്നും പറയണ്ട, കാരണം അച്ഛനെ കണ്ട് നമ്മൾ വന്നതല്ലേ എന്ന് പറഞ്ഞു. അവൾക്ക് ആൻറ്റിബയോട്ടിക്സ് എഴുതി ഡോക്ടർ, അത് കൊടുത്തു, വീട്ടിൽ വന്ന് കൊടുത്തു, ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. 2ാമത് പിന്നെ ENT സ്പെഷ്യലിസ്റ്റിനെ കാണിക്കാൻ കൊണ്ടുപോയപ്പം ആ ഡോക്ടറും ഇവക്ക് ആൻറ്റിബയോട്ടിക്സ് കൊടുത്തു. ഇപ്പോൾ ഒരു മരുന്നിനും ഒരു കുഴപ്പമില്ല, എല്ലാ മരുന്നും ഇവക്ക് കഴിക്കാം. ഇവിടെ കാലിന് ജന്മന ഒരു ചെറിയ വളവുണ്ടായിരുന്നു, അത് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ചെറുപ്പത്തിൽ തന്നെ മാറ്റിയതായിരുന്നു. പിന്നെ അത് ഇപ്പോൾ കുറച്ച് മാസമായിട്ട് വേദനിക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ അന്ന് അച്ഛനോട് പറഞ്ഞായിരുന്നു. അതിനും അച്ഛൻ പ്രാർത്ഥിച്ചു, ഇപ്പം കാലിനും കുഴപ്പമില്ല. ഇപ്പം അവിടെ നിന്ന് വിസ അടിച്ച് കിട്ടി. ഇവിടെ വന്ന് അവിടെ പാസ്പോർട്ടിലേക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടി. ഈ 22-ാം തീയതി ഞാൻ എൻ്റെ മോളെയും കൊണ്ട് ഇറ്റലിയിലേക്ക് തിരിച്ചു പോവുകയാണ്. അതുപോലെ ഇതുവരെ ചെയ്ത് തന്ന എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. കാരുണ്യപ്രവൃത്തികൾ ഞാൻ ചെയ്തത് ഈ പത്രം ഞാൻ ഇവിടെ എല്ലാവർക്കും ഞാൻ ബസ് സ്റ്റോപ്പിലും അതേപോലെ ബസ്സിലും ഞാൻ എപ്പോൾ യാത്ര ചെയ്യുമ്പോഴും ഒരു കെട്ട് പത്രം ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് എൻ്റെ ബാഗിൽ വയ്ക്കും. അത്യാവശ്യം ഞാൻ പ്രാർത്ഥിച്ച് വയ്ക്കും, അമ്മ ഇതിന് അത്യാവശ്യമുള്ളവരെ നീ എനിക്ക് കാണിച്ചു തരണേ. ഞാൻ അങ്ങനെയുള്ളവർ തിരഞ്ഞാണ് പത്രം കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട്. അവിടെ ഞങ്ങൾ 3-4 പേര് കൂടി ഒന്നിച്ചു പോയി. അവർ കിടപ്പ് രോഗികളാണ് കൂടുതലും. അവരെ കുളിപ്പിച്ചു കൊടുക്കും, അവരുടെ വസ്ത്രങ്ങളെല്ലാം കഴുകി കൊടുക്കും, അവർ താമസിക്കുന്ന സ്ഥലങ്ങളെല്ലാം വൃത്തിയാക്കി കൊടുത്ത് അവർക്ക് ഭക്ഷണവും ഞങ്ങൾ ഇടയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കും. പിന്നെ സാമ്പത്തികമായിട്ട് ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഗ്രൂപ്പുണ്ട് പ്രാർത്ഥനയുടെ. അവർ പറയും ഇന്ന സ്ഥലത്ത് ഇന്ന രോഗികളുണ്ട്, ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുള്ളവരുണ്ട്, അപ്പോൾ ഞങ്ങൾ പൈസ ഇട്ട് കൊടുത്ത് ആ രീതിയിൽ അവരെ ഞങ്ങൾ സഹായിക്കും. ഇതേപോലെയാണ് എല്ലാം ചെയ്യുന്നത്. ഇതേവരെ ഇത്രയും എല്ലാം ചെയ്തെന്ന ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4:6 ഒന്നിനെക്കുറിച്ചും ആകുലരാവേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. സിജോ ഷൈജു എന്ന ഈ സഹോദരി മകൾക്ക് വേണ്ടി സമർപ്പിച്ച വിവിധ നിയോഗങ്ങൾ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ചതിനെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഓൺലൈനായി ഉടമ്പടിയെടുത്ത്
മകളെ കൂടെ താമസിപ്പിക്കുവാൻ വിദേശത്തേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടിയാണ് ആദ്യം പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. നിരന്തരമായ തടസ്സങ്ങളും അതിൻ്റെ പ്രോസസ്സിൽ കുറേ പ്രശ്നങ്ങളുമായി കുടുംബമേറെ പ്രയാസപ്പെട്ടിരുന്നു. എന്നാൽ ആ നാളുകളിലൊക്കെയും അമ്മ മാതാവിൻ്റെ സംരക്ഷണം വഴി അവിടെ സ്പോൺസറായിരിക്കുന്ന കുടുംബം വീണ്ടും പരിശ്രമങ്ങൾ തുടരുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുകയും ഭാരങ്ങൾ ലഘൂകരിച്ച് കൊടുത്തുകൊണ്ട് തടസ്സങ്ങൾ മാറ്റിക്കൊടുത്തുകൊണ്ട് മകളെ വിദേശത്ത് പോകുവാനുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും നടപടിക്രമങ്ങൾ പൂർത്തിയായി വിസ ലഭിച്ചതിൻ്റെ സന്തോഷത്തോടു കൂടിയാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ അമ്മ മാതാവിന് നന്ദി പറയുന്നത്. രണ്ടാമത് പങ്കുവെച്ച ഒരു വിഷയം, മകൾക്ക് അലർജി ഉള്ളതുകൊണ്ട് മരുന്നുകളൊന്നും കഴിക്കുവാൻ പറ്റുന്നില്ലായിരുന്നു. ഏത് അസുഖം വന്നാലും പാരസെറ്റമോൾ ഒഴികെ മറ്റൊന്നും കൊടുക്കുവാനാവാത്ത വലിയ പ്രയാസവും അതിലൂടെ രോഗങ്ങൾ കലശലാകുന്ന രീതികളും ഒക്കെ ഉണ്ടായിരുന്നു. അതും ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച നാളുകളിലാണ് ആ അലർജിയുടെ പ്രയാസങ്ങൾ മാറിയതും ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുവാനായിട്ട് സാധിച്ചു തുടങ്ങിയതും അതിലൂടെ മകളുടെ നല്ല ആരോഗ്യം നിലനിർത്തുവാൻ കുടുംബത്തിന് സാധിച്ചതും. മൂന്നാമത് മകൾക്ക് കാലിനുണ്ടായ ചെറിയൊരു പ്രയാസവും അതിൻ്റെ വേദനകളും വല്ലാതെ വീടിനെ അലട്ടിയിരുന്നു. നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ അതും പൂർണ്ണമായി സൗഖ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് അമ്മ മാതാവിൻ്റെ സംരക്ഷണവും തിരുക്കുമാരൻ്റെ സൗഖ്യസ്പർശനത്തിൻ്റെ അനുഭവവും കുടുംബത്തിന് ലഭിച്ചതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഈ സഹോദരിയുടെ വാക്കുകളിൽ നമ്മൾ കേൾക്കുന്നുണ്ട് എത്ര കണ്ട് കൃപാസനം പത്രം മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്നതിലൂടെ അത് ഉപകാരപ്പെട്ടുവെന്ന്. ഈ ദിവസം രാവിലെ മുതൽ പറയുന്ന സാക്ഷ്യങ്ങളിൽ ആവർത്തിച്ച് നമ്മൾ കേൾക്കുന്നതാണ്. ഒന്നുകിൽ ആരെങ്കിലും ബസ്സിൽ നിന്ന് പത്രം കൊടുത്തു, അല്ലെങ്കിൽ മറ്റാരിലൂടെയെങ്കിലും കൃപാസനം പത്രത്തിലൂടെ ആരെങ്കിലും കൈമാറിയതിലൂടെ കൃപാസനത്തെ പറ്റി അറിയുവാൻ സാധിച്ചു. അതിലുള്ള സാക്ഷ്യങ്ങളും അതിലുള്ള അച്ഛൻ്റെ സന്ദേശങ്ങളും അത് ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്നതിനും ഇവിടം വരെ എത്തിച്ചേരുന്നതിനും സഹായിച്ചുവെന്ന്. നമ്മൾ കൃപാസനം പത്രികയിലൂടെ ലോകത്തിൽ നടത്തുന്നത് സൗഖ്യ സുവിശേഷ പ്രഘോഷണമാണ്. ദൈവത്തെ അനുഭവിച്ചവർ അവരുടെ ജീവിതം പങ്കുവയ്ക്കുന്നതാണ് കൃപാസനം പത്രികയിലൂടെ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന സുവിശേഷ വേല. അറിയാത്തവരെ അറിയിക്കുവാനും അറിഞ്ഞവരെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുവാനും വേണ്ടി ഈ പത്രിക ലോകത്തെല്ലായിടത്തേക്കും കൈമാറുകയാണ്. ഇന്ന് 18 ഭാഷകളിൽ ഈ പത്രിക നമ്മൾ ലോകത്തിലെല്ലായിടത്തേക്കും വിതരണം നടക്കുന്നുണ്ട്. കാരണം ക്രിസ്തുവിനെ അറിയുക, അവൻ്റെ സ്നേഹത്തിൽ ജീവിക്കുക, അന്ന് വരെയുള്ള ജീവിതത്തെ തിരുത്തിക്കൊണ്ട് ആത്മീയ വിശുദ്ധിയുള്ളവരായി, ദൈവസ്നേഹമുള്ളവരായി, പരസ്നേഹമുള്ളവരായി ജീവിതത്തെ ആത്മാവ് ദൈവത്തിന് കൊടുക്കും വിധം ജീവിക്കുവാൻ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ വലിയ പ്രേക്ഷിത ദൗത്യത്തിൻ്റെ ഉത്തരവാദിത്തം. നമുക്കൊരുപക്ഷെ നാവുകൊണ്ട് ക്രിസ്തുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാനും പ്രഘോഷിക്കുവാനും പ്രയാസമുണ്ടാവും. എന്നാൽ ക്രിസ്തുവിനെക്കുറിച്ച് അനേകരുടെ ജീവിതാനുഭവങ്ങൾ കോർത്തുവെച്ച ഈ സുവിശേഷ പത്രികയിലൂടെ, കൃപാസനം പത്രികയിലൂടെ നമ്മൾ കർത്താവിൻ്റെ സുവിശേഷ പ്രഘോഷണത്തിൽ പങ്കാളികളായി തീരുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് നിങ്ങൾ 20 പേരിലേക്ക്, 40 പേരിലേക്ക്, 100 പേരിലേക്ക് കൃപാസനത്തിൻ്റെ പത്രിക അത് പ്രാർത്ഥനയോടുകൂടി അത് ദൈവം എന്താഗ്രഹിക്കുന്നുവോ അത് നിറവേറണമേ എന്ന പ്രാർത്ഥനയോടുകൂടി കൈമാറുമ്പോൾ അത് ദൈവിക ശക്തിയുടെ ഉപകരണമായി തീരുന്നതും അനേകർ ദൈവത്തെ അറിയുന്നതിനും ദൈവസ്നേഹത്തിൽ ജീവിക്കുന്നതിനും മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിനും ശക്തമായ പ്രചോദനമായി തീരുന്നതും. ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങളെ നന്ദിയോടുകൂടി ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ നമ്മൾ ഉടമ്പടിയിലായിരിക്കുന്ന നമുക്ക് നമ്മുടെ സുവിശേഷ പ്രഘോഷണ പ്രവർത്തനങ്ങളെ, പ്രേക്ഷിത പ്രവർത്തനത്തെ കൂടുതൽ നന്മയോടും ശക്തിയോടും കൂടി പങ്കുവയ്ക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ സാക്ഷ്യത്തെ ദൈവസന്നിധിയിൽ കരഘോഷത്തോടുകൂടി നമുക്കിപ്പോൾ സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.